നമ്മുടെ ലെജൻഡ് മിസ്റ്റർ റാഫി വൻ വിജയം നേടുകയും ആ ടൂർണമെന്റിൽ നല്ല കളി കാഴ്ചവെക്കുകയും ആ ടൂർണമെന്റിലെ മാൻ ഓഫ് ദി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആവുകയും ബെസ്റ്റ് ഡിഫൻഡർക്കുള്ള പുരസ്കാരം നേടുകയും ചെയ്തതിനു വേണ്ടി നമ്മുടെ വീക്കെൻഡ് എഫ്സിയുടെ ഒരു പ്രത്യേക ആദരവ് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോസ് പറപ്പൂരിന്റെ പഴയകാല സ്ട്രൈക്കർ മിസ്റ്റർ സിയാദ് അദ്ദേഹത്തിന് ഒരു മൊമെന്റ് കൊണ്ട് എനിക്ക് ആദരിക്കുന്നതാണ്. ആ മെഡലും ചോദിച്ചോളൂ. ലക്ഷ്യം വെച്ചിട്ടുള്ള 3 എണ്ണം പറഞ്ഞ ഗോളുകൾ, ആ ഗോൾ അടിച്ച സമയത്ത് താങ്കൾക്ക് എന്തായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നത്? ഗോൾ അടിച്ചതിന് ശേഷം ടീമിന്റെ ആഹ്ലാദത്തിലെ കൂടി താങ്കൾക്ക് എന്ത് തോന്നി ആ സമയത്ത്? ഹലോ, എനിക്ക് തോന്നിയത് ഞാൻ ഗ്രൗണ്ടിലേക്ക് വരുന്ന മുമ്പ് എനിക്ക് കോൺഫിഡന്റ് ആയിരുന്നു. ഒന്നാമത് അത് ചെറിയ ഫോർട്ടാണ്, രണ്ടാമത് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട് തന്നെ. നമ്മളെ മാസ്റ്റർ പീസ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് അടിക്കുക. പിന്നെ ഇതിന് പ്രത്യേകമായിട്ട് നമുക്ക് കോച്ച് എന്നിവ നമ്മളെ വീക്കെൻഡ് എഫ്സിയുടെ ലെജൻഡായ നമ്മുടെ നാസർ, ഇവിടെ നമുക്ക് തന്നെ വീക്കെൻഡ് എഫ്സിക്ക് എന്റെ എല്ലാവിധ വയറിളക്കി കിടക്കുന്നുണ്ട്. ആരും തന്നെ അതിൽ ചവിട്ടരുത്. മിസ്റ്റർ റാഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പറയാനുണ്ട്. നമ്മുടെ എല്ലാ കളികളിലും വളരെയധികം സഹകരിച്ചതും നമ്മുടെ എല്ലാ പാർട്ടികളും നമ്മുടെ എല്ലാ അതിനകത്ത് ഞങ്ങള് പിന്നെ മലപ്പുറം ജില്ലയുടെ അഭിമാനം തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ആ തലത്തിൽ വരെ ഞങ്ങൾ അയാളെ എത്തിച്ചു. അയാളെ അറിയാത്ത ഒരു പേരില്ല. ഇന്ന് ജില്ലാ തലത്തിലും തന്നെ നമ്മളെ റാഫിച്ച ആ കളിയില് അവസാനം സംസാരം പറയാൻ വാക്കുകളില്ല. അയാളുടെ പെർഫോമൻസ് ചെറിയ ഗ്രൗണ്ടാണ്. അയാൾ ആദ്യം പറയുന്നല്ലോ ചെറിയ ഗ്രൗണ്ടാണെന്നല്ലോ. പിന്നെ പ്ലേയേഴ്സ് ലെജൻഡുകളൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കോൺഫിഡൻറ്റോട് കൂടി കളിക്കാൻ പറ്റി. പിന്നെ വീക്കെൻഡ്സിന്റെ എല്ലാമായ നായരട്ടൻ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് പെർഫോമൻസ് കൂടി. അതാണ് അവിടുത്തെ പ്ലസ് പോയിന്റ്. അപ്പോ എല്ലാവിധ ഭാവങ്ങളും എന്റെയും എന്റെ ക്ലബിന്റെ പേരിൽ
മറ്റ് വീക്കെൻഡ്സിന്റെ എക്കാലത്തെയും ലെജൻഡ് മിസ്റ്റർ Thank you all. Thank you, Mr. Rafi. And thank you, Mr. Thank you everybody. റാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റാഫി നമ്മുടെ വീക്കെൻഡ് എഫ്സിയുടെയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിൽ തന്നെ അഭിമാന സ്ഥാനമായ റാഫിക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ കഴിഞ്ഞ FC കാട്ടിലെ കാര്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മൾ കളി കാണാൻ പോയിരുന്നു. പിന്നെ നമ്മളെ വീക്കെൻഡ് എഫ്സിയുടെ എല്ലാമായ അബ്ദുൽ നാസർ എല്ലാ വീക്കെൻഡ് എഫ്സിയുടെ എല്ലാവർക്കും അടുത്ത വീക്കെൻഡ് എഫ്സിന്റെ ഗോൾ കാക്കുന്ന മിസ്റ്റർ റഷീദ് ഫുട്ബോൾ മത്സരത്തിൽ ഷോട്ടുകൾ പായിച്ചുകൊണ്ട് 3 ഗോൾ റാഫിച്ച എല്ലാവിധമായ മറ്റൊരു ഗോൾ വല കാക്കുന്ന മിസ്റ്റർ അഫ്സൽ മിസ്റ്റർ റാഫി അഭിമാന താരമായ മിസ്റ്റർ റാഫിച്ച കാഴ്ചവെച്ച കളികളെ എല്ലാവരും കണ്ടല്ലോ. അതിന്റെ ഒരു പുരസ്കാരമായിക്കൊണ്ട് നമ്മളിവിടെ ആദരിക്കുകയും ചെയ്തു. എന്റെ പേരിലും നമ്മുടെ ക്ലബിന്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും. അടുത്ത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മിസ്റ്റർ സിജി കാട്ടാനാടിയുടെ പഴയകാല ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മൾ റാഫിച്ചിന്റെ കളി കാണാൻ എത്താൻ പറ്റിയിട്ടില്ല. അതിന് എനിക്ക് സങ്കടം തോന്നുന്നു. അദ്ദേഹത്തിന് ഞങ്ങളുടെ അബുദാബിയുടെ എല്ലാവരുടെയും പേരിലും അദ്ദേഹത്തിന് ഞാൻ ആദരിക്കുന്നു. വീക്കെൻഡ് എല്ലാവർക്കും നന്ദിയും നമസ്കാരം. ഈ പരിപാടിയുടെ മെയിൻ നമ്മുടെ ഈ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച മിസ്റ്റർ ഖാലിദ് 2 വാക്ക്. ഗോൾ കാണാൻ പറ്റില്ല. ഇൻസ്റ്റയിലൊക്കെ ഓടുണ്ട് കേട്ടോ. അത് പൊളിച്ചില്ല. റാഫിച്ചിന്റെ പെർഫോമൻസ് കാണാൻ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാ ആമോദവും നേരുന്നു. ഒരു ആദരക്കൽ കഴിഞ്ഞു അല്ല
ആണ്ടൊരു കളി എനിക്ക് ഒരു മനുഷ്യന്റെ അഭിമാനത്തോട് ഒറ്റ ഷെട്ടി ഷെയ്ഖം തന്നെയാണ്. എന്തൊരു അഭിമാനം മനസ്സിലായില്ല. ഓക്കെ നാസർക്കാ